ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയ്. കാവ് സംരക്ഷിക്കാൻ ധനസഹായം. അപേക്ഷാ തീയതി നീട്ടി. 2025-26 വർഷത്തിൽ ജില്ലയിലെ കാവുകൾ സംരക്ഷിക്കുവാൻ വനം വന്യജീവി വകുപ്പ് നൽകുന്ന സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ഓഗസ്റ്റ് 31 വരെ ദീർഘിപ്പിച്ചു. തൽപരരായ വ്യക്തികൾ, ദേവസ്വം ബോർഡ്, ട്രസ്റ്റുകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള കാവുകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത്. താൽപ്പര്യമുള്ളവർ കാവിന്റെ വിസ്തൃതി, ഉടമസ്ഥത എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതമുള്ള അപേക്ഷ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, മലപ്പുറം എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. മുൻ വർഷങ്ങളിൽ ധനസഹായം ലഭിച്ച കാവുകളുടെ അപേക്ഷ പരിഗണിക്കില്ല. അപേക്ഷാ ഫോം വനം വകുപ്പിന്റെ www.forestkerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നോ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷണൽ ഓഫീസിൽ നിന്നോ ലഭിക്കും. ഫോൺ 0483-2734-803 അല്ലെങ്കിൽ 8547603857 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 8547603864 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ശാസ്ത്രീയ ആട് വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. 2025 ഓഗസ്റ്റ് 23 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പരിശീലനം. പരിശീലനത്തിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള കർഷകർ 0494-296-2296 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 27/8/2025 കന്നുകാലി ഫാമുകളിലെ ജൈവമാലിന്യ സംസ്കരണം, കമ്പോസ്റ്റ്, ചാണകത്തിൽ നിന്നുള്ള വളങ്ങളുടെ നിർമ്മാണം എന്ന വിഷയത്തിൽ ഏകദിന പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. പ്രസ്തുത പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വനിതകൾ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ 25/8/2025 മുമ്പായി ഈ ഫോൺ നമ്പറുകളിൽ, അതായത് 0487-2370-773 എന്ന നമ്പറിലോ 8547-07-0773 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ 2025 ഓഗസ്റ്റ് 23 ഏകദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 300 രൂപ. താല്പര്യമുള്ളവർ 9400483754 എന്ന ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക നിർദ്ദേശം. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നിയന്ത്രിക്കാൻ 2.5 ml ക്ലോർപൈറിഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കു വിളകളിൽ നല്ല വിധം ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതൽ ഇലകൾ മുറിച്ചു മാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്ക വിധം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ഹെക്സാകൊണോസോൾ എന്ന കുമിൾനാശിനി 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഇലയുടെ 2 വശത്തും വീഴത്തക്ക വിധം തളിച്ചു കൊടുക്കുക. കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു.